അങ്ങനെ ഇങ്ങനെയൊന്നും ഇത്ര ക്രൂരമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് താലിബാൻ ആർക്കും കൊടുക്കാറില്ല. ഇന്ത്യൻ മണ്ണിൽ വന്ന് പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിലും ഒരു ക്ഷമയുണ്ടായിരുന്നു, ഒരു പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളെ ക്ഷമയെ പരീക്ഷിച്ചാൽ മാത്രമേ ഞങ്ങൾ തിരിച്ചടിക്കൂ എന്നുള്ളൊരു ധ്വനി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അസീം മുനീറിനോട് താലിബാൻ പറഞ്ഞിരിക്കുന്നത് നിന്നെ പാകിസ്ഥാൻ്റെ ബോർഡർ വരെ ഓട്ടിച്ചിട്ടടിക്കുമെന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ്റെ ബോർഡർ, ഇന്ത്യ ബോർഡർ, ആ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ വരെ ഓട്ടിച്ചിട്ടടിക്കും, ബാക്കി ഇന്ത്യ നോക്കിക്കോളും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ താലിബാൻ്റെ ഒരു ഭീഷണി പാകിസ്ഥാന് വന്നിരിക്കുന്നത്. എന്താണ് ഈ സംഭവം? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കാബൂളിലെ ഭരണകക്ഷിയായിട്ടുള്ള താലിബാൻ ഭരണകൂടത്തിൻ്റെ ഒരു മുതിർന്ന മന്ത്രി പാകിസ്ഥാൻ സൈന്യത്തിനും അതിൻ്റെ തലവൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിനും കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അയൽ രാജ്യത്തിൻ്റെ സൈന്യത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചാൽ, അതായത് മതപരമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അഫ്ഗാൻ സൈന്യം ഇന്ത്യൻ അതിർത്തി വരെ പാകിസ്ഥാൻ സൈനികരെ ഓടിച്ചിട്ടടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താലിബാൻ മന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് എന്ത് സാഹചര്യത്തിലാണ്? അഫ്ഗാൻ ഗോത്രങ്ങളും അഫ്ഗാൻ രാഷ്ട്രങ്ങളും നിങ്ങളെ ഫത്വ പ്രകാരം അധിനിവേശക്കാരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവാണ് ഇന്ത്യൻ അതിർത്തിയിൽ എത്തുന്നതുവരെ നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു താവളം കണ്ടെത്താൻ കഴിയില്ല. അഫ്ഗാനിസ്ഥാൻ ആഭ്യന്തര ഉപമന്ത്രി മുഹമ്മദ് നബി ഒമാരി ഞായറാഴ്ച ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞത്. അതായത് സമാധാന ചർച്ച നടക്കുന്നതിനിടയിലാണ് നിന്നെ അള്ളാഹുവാണ് ഓട്ടിച്ചിട്ടടിക്കും എന്ന് പറയുന്നത്. അതാണ് സമാധാന ചർച്ച. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, 3 പ്രാദേശിക ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് 10 അഫ്ഗാൻ സിവിലിയന്മാരെങ്കിലും കൊല്ലപ്പെട്ട സമീപകാല വ്യോമാക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ സൈനിക ഭരണകൂടത്തെയും ഒമാരി ശാസിച്ചിട്ടുണ്ട്. ആക്രമണകാരി മറ്റുള്ളവരുടെ പ്രേരണയാൽ നടത്തിയതാണെന്ന് ടോളോ ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തു. ഈ ആക്രമണങ്ങൾ അവരുടെ സ്വന്തം ആഗ്രഹമോ തീരുമാനമോ ആയിരുന്നില്ല, മറിച്ച് മറ്റുള്ളവരുടെ പ്രേരണയാൽ ആക്രമണം നടത്തിയതാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും ട്രംപിനെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നും ഇപ്പോൾ താലിബാൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ട്രംപ് ഈ അസീം മുനീറിൻ്റെ ഷൂ നക്കുകയാണ് എന്നുള്ള രീതിയിലാണ് താലിബാൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 9.